ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് മാരത്തോൺ MCQ പാർട്ട് 4 ബേസ്ഡ് ഓൺ ദ ടോപ്പിക് മൊഡ്യൂൾ 6. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഇവിടെ പാർട്ട് 1 നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പാർട്ട് 2 നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പാർട്ട് 3 നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓരോ പാർട്ടിലും 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് അല്ലെ. അപ്പൊ പാർട്ട് 1 1 to 10 ക്വസ്റ്റ്യൻസ് നോക്കി, പാർട്ട് 2 11 to 20 ക്വസ്റ്റ്യൻസ് നോക്കി, പാർട്ട് 3 21 to 30 ക്വസ്റ്റ്യൻസ് നോക്കി. ഇനി 31 to 40 ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് 4 നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ 31ാമത്തെ ചോദ്യം നോക്കാം. എ ഫോട്ടോ ഡയോഡ് ഓപ്പറേറ്റ്സ് വിത്ത് 5 വോൾട്ട് റിവേഴ്സ് ബയാസ്. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ടെന്ന് ആദ്യം തന്നെ എഴുതാം. വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലെ. V is equal to 5 വോൾട്ട് ആണ്, അതിൽ വേറെ ഒന്നും കൊടുത്തിട്ടില്ല, 5 വോൾട്ടേജ് ആണ്. ആൻഡ് ജനറേറ്റ്സ് 100 മൈക്രോ ആംപിയർ, ജനറേറ്റ്സ് 100 മൈക്രോ ആംപിയർ, അതായത് കറന്റ് തന്നിട്ടുണ്ട് അല്ലെ. I is equal to എത്ര തന്നിരിക്കുന്നത്, 100 മൈക്രോ ആംപിയർ ആണ്. അപ്പൊ 100 എന്ന് മാത്രം എഴുതിയാൽ മതിയോ, പോരാ. 100 into 10 raised to minus 6 അല്ലെ. 10 raised to minus 6 മൈക്രോ ആണെങ്കിൽ 10 raised to minus 6 മെഗാ ആണെങ്കിൽ 10 raised to 6 ആണ് അല്ലെ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, പവർ ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം. അപ്പൊ P is equal to, പവറിന്റെ ഇക്വേഷൻ അറിയാം, V യും I യും തന്നിട്ടുണ്ടെങ്കിൽ പവറിന്റെ ഇക്വേഷൻ P is equal to VI എന്നാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യലേ വേണ്ടുള്ളൂ. 5 into 100 into 10 raised to minus 6 ചെയ്യൂ. എന്താണ് കിട്ടുന്നത് എന്ന് പറയൂ, വേഗം ആവട്ടെ. എന്താണ് കിട്ടിയത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ്. 0.5 മില്ലി വാട്ട് എന്ന് റൈറ്റ് ആൻസർ കിട്ടും കേട്ടോ. 0.5 കൊടുത്തിട്ടുണ്ട്, 1.0 കൊടുത്തിട്ടുണ്ട്, 0.2 കൊടുത്തിട്ടുണ്ട്, 0.05. ഇത് രണ്ടും കൂടി മാറിപ്പോരുത് കേട്ടോ. കാര്യം ആൻസർ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുമായിരിക്കും. ഓപ്ഷൻസിൽ എഴുതാൻ വേണ്ടി പോകുമ്പോഴേ തെറ്റരുത്, കറക്റ്റ് ആയിട്ട് നോക്കുക. പോയിന്റ് ഒക്കെ എവിടെയാണ് ഇട്ടിരിക്കുന്ന കാര്യം വളരെ വ്യക്തമായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യം. എ ലേസർ ഡയോഡ് ഔട്ട്പുട്ട്സ് 5 milliwatt optical power if drive current is 40 milliampere and forward voltage is 2 volt. What is its efficiency എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 5%, ഓപ്ഷൻ ബി 6.25%, ഓപ്ഷൻ സി 8.5%, ഓപ്ഷൻ ഡി 10%. ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 6.25% ആണ്. ഇതിലും എന്താണ് തന്നിരിക്കുന്നത്? ഇവിടെ നോക്കുക, പവർ നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്, വോൾട്ടേജ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, കറന്റ് ഉണ്ട് അല്ലെ. വോൾട്ടേജ് എത്ര തന്നിരിക്കുന്നത്? വോൾട്ടേജ് എന്ന് പറയുന്നത് 2 എന്ന് തന്നിട്ടുണ്ട്. കറന്റ് എന്ന് പറയുന്നത് 40 മില്ലി ആംപിയർ ആണ് അല്ലെ. കറന്റ് I is equal to 40 മില്ലി ആംപിയർ. 40 മില്ലി ആംപിയർ എന്ന് പറയുമ്പോൾ എത്ര വരിക, 40 into 10 raised to minus 3 വരും അല്ലെ. മില്ലി എന്ന് പറയുമ്പോൾ 10 raised to minus 3 എന്ന് വരും. അതിന്റെ അർത്ഥം 0.04. രണ്ടും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, പവർ കിട്ടും. കാര്യം എന്തിനാണ് നമ്മൾ പവർ കണ്ടുപിടിക്കുന്നത്? എഫിഷ്യൻസി കാണണമെങ്കിൽ നമുക്ക് പവർ വേണം. ഓക്കെ, എഫിഷ്യൻസി കാണണമെങ്കിൽ നമുക്ക് പവർ വേണം. സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, പവർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടി? എഫിഷ്യൻസി is equal to, നമുക്ക് ഇവിടെ ഒപ്റ്റിക്കൽ പവർ തന്നിട്ടുണ്ട് 0.05 എന്ന് തന്നിട്ടുണ്ട്. ലേസർ ഡയോഡ് ഔട്ട്പുട്ട് 5 milliwatt ഒപ്റ്റിക്കൽ പവർ ആണ്. ഇലക്ട്രിക്കൽ പവർ എത്രയാണ്? 0.08 ആണ്. ഓക്കെ, അപ്പൊ 0.08 into 100 which is equal to 6.25% is the right answer. ബേസിക് ആയിട്ട് എഫിഷ്യൻസി എങ്ങനെ കാണാം? ഔട്ട്പുട്ട് പവർ ടു ദ ഇൻപുട്ട് പവർ into 100 അല്ലെ. ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ into 100 is the efficiency. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 33ാമത്തെ ചോദ്യമാണ്. 33ാമത്തെ ചോദ്യം. An LED has luminous efficiency of 20 if it's powered by 0.5 watt. What is the luminous output എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 15, ഓപ്ഷൻ ഡി 20. ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്, 10. luminous output എന്ന് പറയുന്നത് പവർ ഇൻറ്റു എഫിഷ്യൻസി ആണ്. പവർ എത്ര തന്നിട്ടുണ്ട്? 0.5 എന്ന് തന്നിട്ടുണ്ട്. പവർ ഇത് കണ്ടോ, പവർ എവിടെ ഇതായിരുന്നു അല്ലെ, 0.5 എന്ന് തന്നിട്ടുണ്ട്. എഫിഷ്യൻസി എത്രയാണ്? 20 എന്ന് തന്നിട്ടുണ്ട്. സോ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10. ഓക്കെ, അടുത്ത ചോദ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. A photodiode receives a light intensity of 2 over an area of 1 centimeter square if the responsivity is 0.3. what is the photo current എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. A photodiode receives a light intensity തന്നിട്ടുണ്ട്, milliwatt per centimeter square over an area of 1 centimeter square. If responsivity is 0.3, what is the photo current? Option A 0.3, option B 0.6, option C 1.2 milliampere, option D 2 milliampere. So which is the right answer? Right answer is option B. Okay, എങ്ങനെയാണ് അത് കിട്ടിയത്? ക്വസ്റ്റ്യൻ കണ്ടിട്ട് ടെൻഷൻ അവിടെ കാര്യമൊന്നുമില്ല അല്ലെ. ഇൻസിഡന്റ് പവർ ഇവിടെ തന്നിട്ടുണ്ട്, 2 milliwatt എന്ന ഇൻസിഡന്റ് പവർ നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അതാ അല്ലെ. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്?
2 milliwatt തന്നിട്ടുണ്ട്. ഇൻസിഡന്റ് പവർ ഈസ് ദ 2 milliwatt ആൻഡ് 0.3 എന്ന് പറയുന്നത് റെസ്പോൺസിവിറ്റി. ഇപ്പൊ റെസ്പോൺസിവിറ്റിയും അതുപോലെ തന്നെ ഇൻസിഡന്റ് പവറും അല്ലെങ്കിൽ ലൈറ്റ് ഇന്റൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് ഫോട്ടോ കറണ്ട് കണ്ടുപിടിക്കാം. ഇങ്ങനെയാണ് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 0.6 എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നതാണ് കേട്ടോ. ഇനി 35ാമത്തെ ചോദ്യം. എ ഡിജിറ്റൽ മൾട്ടിമീറ്റർ പ്ലസ് ഓർ മൈനസ് 1% അക്യുറസി റീഡ്സ് 100 വോൾട്ട്. വാട്ട് ഈസ് ദ പോസിബിൾ റേഞ്ച് ഓഫ് ആക്ച്വൽ വോൾട്ടേജ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ 99 വോൾട്ട് ടു 101 വോൾട്ട്. ഓപ്ഷൻ ബി 90 volt to 110 volt. Option C 98 volt to 102 volt. Option D 100 volt to 101 volt. ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 99 volt to 101 volt. എങ്ങനെയാണ് കിട്ടുക? അതായത് നമുക്കിവിടെ തന്നിട്ടുണ്ടല്ലോ ഈ പ്ലസ് ഓ മൈനസ് 1% അക്യുറസി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? പ്ലസ് ഓ മൈനസ് 1% ഓഫ് 100 വോൾട്ട് എന്ന് പറയുന്നത് എത്രയാണ്? ഒന്നില്ലെങ്കിൽ എന്താകാം 99 ആകാം, 99 to എന്താവാം 101 ആകാം അല്ലെ? ഏതങ്ങനെ കിട്ടിയേ? 100 minus 1 99, 100 plus 1 101. അത്രേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം 36ാമത്തെ ചോദ്യം. A 3/1/2 digit DMM displays 199.9 on a 200 voltage range. What is its resolution എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1 വോൾട്ട്, ഓപ്ഷൻ ബി 0.1 വോൾട്ട്, ഓപ്ഷൻ സി 0.01 വോൾട്ട്, ഓപ്ഷൻ ഡി 0.1 മില്ലിവോൾട്ട്. ഓക്കെ, എന്താണ് ആൻസർ? എന്താണ് കിട്ടിയത് നോക്കാം നമുക്ക്. എന്താണ് ആൻസർ വന്നിട്ടുള്ളത്? ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്, 0.1 വോൾട്ട് ആണ്. അതായത് അതെങ്ങനെയാണ്? ഈ റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെസല്യൂഷൻ കാണുന്നത് എങ്ങനെയാണ്? ദ റെസല്യൂഷൻ ശ്രദ്ധിക്കുക. ദ റെസല്യൂഷൻ ഓഫ് എ DMM എന്ന് പറഞ്ഞാൽ അറിയില്ലോ, ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണ് അല്ലെ? ദ റെസല്യൂഷൻ ഓഫ് എ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ സ്മോളസ്റ്റ് ചേഞ്ച് ഇൻ ദി ഇൻപുട്ട് ദാറ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ് ആൻഡ് ഡിസ്പ്ലേഡ് ആണ്. അപ്പോ ഒരു 3/1/2 ഡിജിറ്റ് DMM ദ മാക്സിമം ഡിസ്പ്ലേസബിൾ കൗണ്ട് എന്ന് പറയുന്നത് 199 ആണ്. ഓക്കെ, 1999 is the maximum displaceable count for a 3/1/2 digit DMM. അപ്പൊ നമുക്ക് ഇതിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റെസല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. റെസല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസല്യൂഷൻ R is equal to എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റെസല്യൂഷൻ ഫുൾ സ്കെയിൽ റേഞ്ച്, ഫുൾ സ്കെയിൽ റേഞ്ച് by maximum count ചെയ്താൽ മതി. by maximum count full scale range by maximum count ചെയ്താൽ മതി. ഇവിടെ full scale range എന്താണ്? അതായത് 200 വോൾട്ടിലാണ് ഇത്ര വരുന്നത്. 199.9 on 200 volts. So full scale range എന്ന് പറയുന്നത് 200 ആണ്. So എന്ത് വരും മക്കളെ? 200 by maximum count എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു? DMM 3/2 1/2 ഡിജിറ്റ് DMM ന്റെ മാക്സിമം കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഇത് പറഞ്ഞു. ഓക്കെ, അപ്പൊ 200 by 1999 ചെയ്ത് നോക്കിക്കോളൂ. ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും 0.1 വോൾട്ട് സ്റ്റെപ്സ് എന്നുള്ളത് കിട്ടും. So therefore the resolution of the 3/1/2 digit DMM on the 200 volt range is approximately 0.1 volt. ക്ലിയർ അല്ലേ? അടുത്തത് 37ാമത്തെ ചോദ്യം. If an analog multimeter has sensitivity of 20 kilo ohm per volt and is set to 10 volt range, what is its internal resistance? റെസിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ 20 കിലോ ഓം, ഓപ്ഷൻ ബി 100 കിലോ ഓം, ഓപ്ഷൻ സി 200 കിലോ ഓം, ഓപ്ഷൻ ഡി 10 kilo ohm. What is the right answer? Right answer is option C ആണ്, 200 kilo ohm. Internal resistance എങ്ങനെയാണ് കാണുക? Sensitivity into range ആണ് internal resistance. Sensitivity നമുക്ക് തന്നിട്ടുണ്ട് 20 kilo ohm തന്നിട്ടുണ്ട് into 10 volt. അപ്പൊ എത്രയാണ്? എളുപ്പമാണ് അല്ലേ? ഇതിൽ നമുക്ക് മാറ്റാനും മറിക്കാനും ഒന്നുമില്ല. 200 kilo ohm is the right answer. Okay, അപ്പൊ 38ാമത്തെ ചോദ്യം ഇതാണ്. A 4/1/2 digit DMM on the 10 volt range can display up to option A 9.999 volt, option B 10 volt, option C 19.999 volt, option D 9999 volt. So a 4/1/2 digital multimeter on the 10 volt range can display the maximum value of option C 19.99 volt ആണ് കേട്ടോ. ഓക്കെ, അതായത് ഇതിൽ എന്താ പറയുന്നത് മക്കളെ? 4/1/2 ഡിജിറ്റ് എന്നാ പറയുന്നത് അല്ലെ? എന്താണ് ഈ 4/1/2 ഡിജിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈച്ച് capable of displaying 0 to 9.
അതുപോലെ തന്നെ അതാണ് ഈ 4 ഡിജിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4 1/2 ഈ 4 എന്ന് പറയുന്നത് ഫുൾ ഡിജിറ്റും ഈ 1/2 എന്ന് പറയുന്നത് ഹാഫ് ഡിജിറ്റും ആണ് അല്ലെ. ഇപ്പൊ 4 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈച്ച് capable of displaying 0 to 9 and half ഡിജിറ്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹാഫ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? which can only display 1. So on the 10 volt range it translates to a maximum reading of 10 points അല്ലെ 19.999 വോൾട്ട് ആണ്. അത് കണ്ടോ, ഈ 4 എന്ന് പറയുന്നത് ഫുൾ ഡിജിറ്റ് ആണ്, 1/2 എന്ന് പറയുന്നത് ഹാഫ് ഡിജിറ്റ് ആണ്. ഈ 4 എന്ന് പറയുമ്പോൾ ഈ 4 ഫുൾ ഡിജിറ്റ് ആയി കഴിഞ്ഞാൽ ഈച്ച് capable of displaying 0 to 9 ആണല്ലോ. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഈ 4 ഞാൻ ഇവിടെ എഴുതാം. ഓക്കെ, 4 1/2 എന്നാണ്. ഈ 4 1/2 എന്നാണ് അല്ലെ. അതിൽ 4 എന്ന് പറയുന്നത് ഫുൾ ഡിജിറ്റ് ആണ്, അതായത് ഇറ്റ് capable for displaying 0 to 9 ആണല്ലോ. 0 to 9 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഹാഫ് എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഡിജിറ്റ് നമുക്ക് which can only display 1. ഒന്ന് മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ രണ്ടും കൂടി ആകുമ്പോൾ എത്ര വരാ? 4 1/2 digit DMM on the 10 volt range can display up to എത്ര വരും? 19.999 വോൾട്ട് ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ മക്കളെ? ക്ലിയർ അല്ലേ? ചോദ്യം 39ാമത്തെ ചോദ്യം, what is the main function of the time based generator in a CRO? CRO യിലെ time based generator ഫംഗ്ഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. Option A, amplify the input signal. Option B, provide a horizontal sweep voltage. Option C, control the brightness of the trace. Option D, measure voltage amplitude. ഏതാണ് മക്കളെ റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. എന്താണ്? provides a horizontal sweep voltage. The time based generator produces a sawtooth voltage to sweep the electron beam horizontally. So what is the main function of the time based generator in the CRO? CRO ന്റെ full form എന്നറിയാലോ, കാഥോഡ് റേ ഓസിലോസ്കോപ്പ് എന്നാണ് അല്ലെ. അപ്പോൾ ടൈം ബേസ് ജനറേറ്ററിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊവൈഡ് എ ഹൊറിസോണ്ടൽ സ്വീപ്പ് വോൾട്ടേജ്. അടുത്ത ചോദ്യം 40ാമത്തെ ചോദ്യം, the vertical deflection system in a CRO controls option A, intensity of the electron beam. Option B, horizontal position of the trace. Option C, vertical displacement of the trace. Option D, frequency of the input signal. The vertical deflection system in a CRO controls. The right answer is option C, vertical displacement of the trace. Vertical deflection എന്തായിരിക്കും? vertical displacement ആയിരിക്കും. horizontal deflection എന്തായിരിക്കും? horizontal displacement of the trace ആയിരിക്കും അല്ലെ. The vertical plates receive input voltage causing vertical movement of the beam. അപ്പൊ നമ്മൾ 40 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തെടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.